Gitanjali, written by Rabindranath Tagore. Thou hast made me endless, such is thy pressure. This frail vessel thou emptiest again and fillest it ever with fresh life. This little fruit of a reed thou hast carried over hills and dales, and hast breathed through his melodies eternally new. At the immortal touch of my hands, at the immortal touch of thy hands, my little heart loses its limits in joy and gives birth to utterance ineffable. Thy infinite gift come to me only on these very small hands of mine. Ages pass, and still thou pourest, and still there is room to fill. രവീന്ദ്രനാഥ് ടാഗോർ ഈ കവിതയിൽ ഒരു ദൈവികമായ അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ തോ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. തൻ്റെ അസ്തിത്വം ദൈവഹിതത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഫലമാണെന്ന് കവി സമ്മതിക്കുന്നു. ഈ തിരിച്ചറിവ് പരിമിതമായ വ്യക്തിത്വവും അനന്തമായ ദൈവികതയും തമ്മിലുള്ള ബന്ധം ഉറച്ചതാക്കുന്നു. ദ ഫ്രെയിൽ വെസൽ അഥവാ ദുർബലമായ പാത്രം എന്നത് മനുഷ്യ ശരീരത്തെയും ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു ശക്തമായ ചിത്രമാണ്. പാത്രം ശൂന്യമാകുകയും പുതുജീവൻ നിറയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയ ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ തുടർച്ചയായ ചക്രത്തെ കവി സൂചിപ്പിക്കുന്നു. ഇത് പുനർജന്മവും ആത്മാവിൻ്റെ ശാശ്വത ഭാവവും പ്രതിനിധീകരിക്കുന്നു. ദ ലിറ്റിൽ ഫ്രൂട്ട് ഓഫ് എ റീഡ്, അതായത് ഇവിടെ കവി ആത്മാവിനെ ഒരു ഞാങ്ങണയുടെ പുല്ലാങ്കുഴലായി താരതമ്യം ചെയ്യുന്നത് മനുഷ്യാത്മാവിൻ്റെ ദുർബലതയും വിനയവും ഊന്നി പറയുകയാണ്. വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളുടെ പ്രതീകമായി ഓടക്കുഴൽ വായിക്കുന്ന ഒരു സംഗീതജ്ഞനോടാണ് ഇവിടെ കവി ദൈവത്തെ ഉപമിച്ചിരിക്കുന്നത്. മെലഡീസ് എറ്റേണലി ന്യൂ എന്ന പരാമർശം ദൈവികതയാൽ മുന്നോട്ട് പോകുന്ന മനുഷ്യാനുഭവത്തിൻ്റെ അതേസമയം നിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഓരോ പുതിയ ഈണവും ജീവിതത്തിൻ്റെ സവിശേഷമായ ഓരോ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അറ്റ് ദ ഇമ്മോർട്ടൽ ടച്ച് ഓഫ് മൈ ഹാൻഡ്സ് എന്നത് ദൈവിക കരങ്ങളുടെ അനശ്വരമായ സ്പർശവും കവിയുടെ ഹൃദയവും തമ്മിലുള്ള നേരിട്ടുള്ളതും കാലാതീതവുമായ ബന്ധത്തെ കവി സൂചിപ്പിക്കുന്നു. ഈ സ്പർശം മനുഷ്യാനുഭവത്തിൻ്റെ പരിമിതികളെ മറികടക്കുന്നതും അത് അളവറ്റ സന്തോഷം നൽകുന്നതുമാണെന്ന് കവി ഉദ്ദേശിക്കുന്നു. അട്ടറൻസ് ഇൻഎഫബിൾ എന്നത് വാക്കുകളുടെ വിവരണശേഷിക്ക് അപ്പുറമുള്ള ഒരു ആവിഷ്കാര രൂപത്തെ സൂചിപ്പിക്കുന്നു. ഭാഷാപരമായ അതിരുകൾക്കപ്പുറത്തുള്ള ആഴമേറിയതും ആത്മീയവുമായ ഒരു ആവിഷ്കാരമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ദ ഇൻഫിനിറ്റ് ഗിഫ്റ്റ് കം ടു മീ എന്നത് ഒരു വ്യക്തിയുടെ എളിമയും പരിമിതമായ ശേഷിയും ഊന്നി പറഞ്ഞുകൊണ്ട് തൻ്റെ വളരെ ചെറിയ കൈകളിൽ ദിവ്യ സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് കവി താഴ്മയോടെ സമ്മതിക്കുന്നു. യുഗങ്ങൾ കടന്നുപോയിട്ടും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ഇടമുണ്ട് എന്നും കവി പറയുന്നു. ഇത് ദൈവികതയുടെ അതിരുകളില്ലാത്തതും എന്നാൽ ഉദാരവുമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നന്ദി.